ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഖട്ടാ മിട്ട റെസിപ്പി ഉണ്ടാക്കാം. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു 400 ഗ്രാം കാബേജ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ചതച്ച കാബേജ്, 2 ടൊമാറ്റോ അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, 1 സ്പൂൺ നെയ്യ്, പിന്നെ ഇതിനകത്ത് ഞാൻ മസാല എടുത്തിട്ടുണ്ട്. വലിയ ജീരകം, ചെറിയ ജീരകം, 1 കറുവപ്പട്ട, മുഴുവൻ മല്ലി 5-6 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്, കുരുമുളക്. ഇത്രയും സാധനം ഇത് മസാലയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അയ്മോദകം, അജ്മ എന്നും പറയും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, ഗരം മസാല, ഉപ്പ്, പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി ഉള്ളത്. പിന്നെ എണ്ണ വേണം. പിന്നെ ഒരു നാരങ്ങ വേണം. അതിന് 1 മുറി എടുത്ത് പിഴിഞ്ഞ് ഇതിനകത്ത് ചാറ് ചേർക്കാനുള്ളതാണ്. 1 മുറി മതി. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ അയ്മോദകം ഇട്ട് കൊടുക്കണം. നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന മസാല കൂട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, മുഴുവൻ മല്ലി, ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി, ടൊമാറ്റോ, പച്ചമുളക്, ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാബേജ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് നാരങ്ങാ നീരൊഴിച്ച് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട്
അവസാനമായിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ആ 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ സ്വീറ്റ് കാബേജ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റുള്ളതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.